ഹായ് എന്തിനാ ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോണ കാഴ്ച സീ ഷോർ ഫാം ആൻഡ് നഴ്സറിയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പോയി കണ്ടാലോ. നമ്മുടെ ഈ സീ ഷോർ ഫാം ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടക്ക് അടുത്തുള്ള 3 പീടികയിലെ കാക്കത്തൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ സീ ഷോർ ഫാം ഉള്ളത്. ഇവിടെ പാർക്കിംഗ് ഫീസോ എൻട്രൻസ് ഫീസോ ഒന്നും ഇല്ല കേട്ടോ. എന്തൊരു സ്ഥലമാണ്. ആകാശം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. നോക്കി ശരിക്കും നമ്മൾ ആകാശത്തിൻ്റെ കളറും അതേപോലെ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് കടൽ കാണാൻ പോണ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നു എന്നെ ഭംഗിയാ. എല്ലാവരും ഫാം എന്ന് പറയുമ്പോൾ ഇവിടെ പാർക്കണമെന്ന് വലിയ പ്രതീക്ഷ ആർക്കും ഉണ്ടാവില്ല കേട്ടാ. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട് കേട്ടാ, വിചാരിച്ച പോലെ അല്ല കേട്ടാ. എന്താണെന്നറിയില്ല, എവിടെ വീഡിയോ എടുക്കാൻ പോവായാലും നട്ടുച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ. നിങ്ങൾ കണ്ട ജംഗിൾ ബുക്ക് അങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ മാവുകുളിൻ്റെ ചങ്ങായിമാരെല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ് ആണത്. നമ്മുടെ കുട്ടികൾക്ക് ഇതിലും വലിയ കൗതുകം വേറെ വല്ലതും ഉണ്ടാ. ഇവിടെ എവിടെ നോക്കിയാലും കണ്ട നല്ല സ്ഥലമാണ്. എവിടേക്ക് പോകുന്നുള്ള ചിന്തയിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം കണ്ടത്. ചെറിയ ഓഡിറ്റോറിയമാണ് കേട്ടോ, മിനി ഹാളാണ്, ചെറുതാണ്. അങ്ങനെ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു തുടങ്ങിയിട്ട് ഞങ്ങൾ നടന്ന് അവിടെ ആ ഭാഗത്തേക്കാണ് കുതിര സവാരി എന്നുള്ളതൊക്കെ കേട്ടു. ഇതിവിടെയാണ് കേട്ടോ ഓഡിറ്റോറിയം, ചെറിയൊരു ഓഡിറ്റോറിയമാണ്. അങ്ങനെ നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നടത്താം. ഈ സൈഡിൽ തന്നെ നഴ്സറിയാണ് കേട്ടോ. കുറച്ച് കാലങ്ങൾ കണ്ടിട്ടുണ്ട്, അത് കാണാൻ വരാട്ടോ. ഇവിടെ ബോട്ടിങ് ഉണ്ട് കേട്ടോ, ചവിട്ടി പോണ ബോട്ടിങ് ആണ്. ഈ റൗണ്ട് അടിച്ച് നമുക്ക് വരാം, കാഴ്ചയും കാണാനും പറ്റും. 4 പേരിരുന്ന് പോണേന് 100 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ കൂട്ടിൽ കിളികളൊക്കെ ഉണ്ട് കേട്ടോ, ലവ് ബേർഡ്സ് ആണ്. ഇതെന്ത് കിളിയാന്നുള്ളത് അറിയില്ല കേട്ടോ. അതിന് നല്ല നീട്ടം കണ്ടോ, നല്ല നീട്ടമുണ്ട് കണ്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള കോഴി ഉണ്ട് കണ്ട. ഇവിടെ എലിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള എലി. ഇവിടെ മീൻ വളർത്തുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ 4 മണിക്ക് ശേഷം അത്ര നല്ല തിരക്കുണ്ടാവാന്നാണ് പറയണേ. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നട്ടുച്ചയ്ക്ക് നമുക്ക് ഇതേപോലെ നടന്നു വരുമ്പോൾ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വിശ്രമിക്കാനായിട്ട് സൈഡുകളിലൊക്കെ ബെഞ്ച് പണിതിട്ടുള്ളത് വലിയ സൗകര്യമായി. എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് നടക്കാൻ പറ്റിയ സ്ഥലമാണ്. വർത്താനൊക്കെ പറഞ്ഞ് അത്യാവശ്യത്തിന് നേരെ സമയം കിട്ടിയില്ല എന്ന് പറയില്ല. അങ്ങനെ ഇങ്ങനെ ദൂരങ്ങൾ നടന്ന് വരുമ്പോൾ വേറൊരു സംഭവം കണ്ടത് കേട്ടോ. ഇവിടെ ഒട്ടകം ഉണ്ടെന്നേ. നീ ഒട്ടകം നിൽക്കണു പോരാത്തന്നെ തൊട്ടപ്പുറത്തെ രഥവും. ഒട്ടകം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെന്തായാലും നേരിൽ കാണാൻ പറ്റിയിട്ടാ. കണ്ട ഈ കുതിര ഉള്ള പ്ലാസ്റ്റിക് മുഴുവൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേ അതിങ്ങനെ തട്ടി ഇരിക്കുക. എന്താണാവോ, പല്ലിരിക്കുന്നതാണാവോ സംഭവം, എന്താ നമുക്ക് അറിഞ്ഞുകൂടാട്ടാ. അറിയണവർ കമൻറ്റ് ചെയ്യണട്ടാ. പിന്നെന്താ ദേഷ്യം പറഞ്ഞ പോലെ ഇല്ലല്ലേ, ഫുഡ് അടിക്കണവർ. ഇത് കൊള്ളാലോ അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ. ബ്യൂട്ടി പാർലർ ഇറങ്ങി വന്ന സുന്ദരി പോലെ ഉണ്ട് കാണാനായിട്ട്. അങ്ങനെ അത്ര 10 പ്രാവശ്യം നോക്കുക. ഫ്രണ്ടിലേക്ക് മുടിയൊക്കെ വെട്ടിയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇങ്ങോട്ട് കാര്യം മൈൻഡൊന്നുമില്ല. ഞാൻ ഫുഡ് അടിക്കട്ടെ എന്നുള്ള നിലവാരത്തിലാണ് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈത്തട്ട മൃഗങ്ങളല്ലേ, നമ്മൾ കൊടുത്താൽ അവർക്ക് തിന്നാൻ കൊണ്ടില്ല, കെട്ടിയിടുന്നവരല്ലേ പാവം. ഇവിടെ നമുക്ക് കുഞ്ഞു പൈക്കുട്ടികളല്ലേ, അയ്യടാ കുഞ്ഞു പൈക്കുട്ടികൾ കാണാൻ നല്ല സ്റ്റൈലുണ്ടല്ലേ മുഖത്ത്. ഈ ഫാമിൻ്റെ വൈകുന്നേര സമയങ്ങളിലെ കാവൽക്കാരാണ് കേട്ടോ കിടന്നുറങ്ങണത്. ഇവിടെ പശുവൊക്കെ ഉണ്ട് കേട്ടോ, പശുണ്ട്. അതേപോലെ തന്നെ കോഴികൾ, പലതരത്തിലുള്ള കോഴികൾ, നാടൻ കോഴിൻ്റെ തൊട്ട് അവിടെ. താറാവിനെ കൊള്ളല അല്ലേ, വെറൈറ്റി തരാൻ താറാവ് അല്ലേ. ആട് ഇവിടെ ഇല്ലാത്തൊരു ജീവി ഇവിടെ ഇല്ല കേട്ടോ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ. അരച്ചുമരുണ്ടോ ഇരണ്ടല്ലേ, ഒട്ടക പക്ഷി കേട്ടാ കണ്ട. എത്ര കണ്ടാലും കഴിയാത്ത പോലെ കേട്ടോ, ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഉള്ളത്. എന്നാ ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ ഈ ആന കാണുമ്പോൾ ശരിക്കുള്ള ആനൻ്റെ പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ചിന്ത പോയി എൻ്റെ.
വലിയാനല്ലേ? ഇവിടെ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിന് ഞങ്ങൾ 2 പേജ് പഴംപൊരിയും കഴിക്കാം. വലിയ ഫാമാട്ടോ, വിചാരിച്ചപ്പോ അല്ല കേട്ടോ. കണ്ടോ കണ്ട ഫാമാ. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് എത്തിയിട്ടില്ല. നടന്നൊക്കെ ഇപ്പൊ തന്നെ ഒരു വിധായി അല്ലേ. നടക്കാൻ നമുക്ക് ശീലം, നമുക്ക് നടക്കാൻ പറ്റുന്ന സന്തോഷമാണ്. എന്തായാലും നമ്മളൊരു ക്ഷീണായതല്ലേ. ഒരു 2 മുളക് ബജി, പഴംപൊരി, ചൂട് പഴംപൊരി കേട്ടോ. ഇവിടെ നല്ല ചൂടുള്ള പഴംപൊരി, മസാലമായ കാറ്റ്, അങ്ങനെയൊക്കെ. പെട്ടെന്ന് സാധനം നല്ല ടേസ്റ്റാണ്. എന്താ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കുമ്പോ ഞാനിരിക്കുമ്പോ താണ്ടായിരുന്നു. ആ ഭാഗ്യം. ഇപ്പൊ ഞാനാണെങ്കിൽ ഇവരില്ലാണ്ട് ഒരുപാട് ഉണ്ടാക്കിയാണ്. ഹൈ 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 സൂപ്പർ പഴംപൊരി കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മളിതൊക്കെ കഴിക്കണം. ഹെവി ഫുഡിനോട് അത്ര ഒരു ഇഷ്ടമൊന്നും കേട്ടോ. അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്തു പോകും. ഇവിടെ കഴിക്കും, മുളക് കഴിക്കും. നല്ല പഴംപൊരിയാണ്. എന്താ ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ ഒരു മുളക് പറ്റും കൂടി നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ഇല്ല ഇല്ല പഴംപൊരി വരിക. പഴംപൊരി പൊടിച്ചു കണ്ട. 3 കൊല്ലം കൊണ്ട് കഴിക്കണത് എങ്ങോട്ടാ. ഇവിടെ എല്ലാം ആന പൊടിച്ചുല്ലേ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഞാൻ പറഞ്ഞ ആരിതാനത് എന്തായി പപ്പേ, എങ്ങനെയുണ്ട്?